ഇനി തിരിച്ച് യു കെയിലോട്ട് പോകാൻ കുറച്ചും കൂടി ദിവസമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വീടിൻ്റെ പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് ചൂടാണ്. ഫുഡ് പോലും ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തിയാണ് കഴിക്കുന്നത്. അതിനുകൂടെ നൈനും ഞാനും കൂടെ കുറേ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങ് ടൈം പോകും. അവളുള്ളപ്പോൾ എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. പക്ഷെ അവളില്ലാത്തപ്പോഴും അവളെ കാണാതിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. അതിനുശേഷം ഞാൻ അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടന്ന് കുറേ കോൾസൊക്കെ ചെയ്തതിന് ശേഷം അമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അമ്മ വന്നാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമാണ്. ബിക്കോസ് അമ്മ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുപോകും. പണ്ടൊക്കെ അച്ഛനമ്മമാർ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീടെത്തുമ്പോൾ അവരുടെ വരവും കാത്ത് തിണ്ണയിലിരിക്കുന്ന മക്കളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിപ്പോഴും അങ്ങനെ ഇരിക്കാറുണ്ട്. ഇതുപോലെ ഏതൊക്കെ കുട്ടികൾ അച്ഛനമ്മയും കൊണ്ടുവരുന്ന പൊതിയും കാത്തിരിക്കാറുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഒരു ഭാഗ്യമൊക്കെ നമുക്ക് നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. യു കെയിലൊന്നും ഒരിക്കലും കിട്ടത്തില്ല. യു കെയിലൊക്കെ പോയി കഴിഞ്ഞാലും അച്ഛനും അമ്മയും നമ്മൾ വരുന്നത് കാത്തായിരിക്കും ഇരിക്കുന്നത്. ഫൈനലി അമ്മ എത്തിക്കഴിഞ്ഞു. കയ്യിൽ അമ്മ 2-3 കളിപ്പാട്ടങ്ങളും എനിക്ക് നല്ല പരിപ്പ് വടിയും കൂടിയാണ് കൊണ്ടുവന്നത്. അതിൽ തന്നെ ഞാൻ അങ്ങ് ഫ്ലാറ്റ്.